പൂജ്യരായ സ്കൂളിൻ്റെ ഭാരവാഹികൾക്കും അധ്യാപകർക്കും എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർക്കും അനുജത്തിമാർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം അർപ്പിക്കുന്നു. ഇന്ന് ഇടവമാസത്തിലെ തിരുവോണമാണ്. എൻ്റെ ജന്മനക്ഷത്രം. ഈ ദിവസം ഇവിടെ വന്ന് എയ്ഡഡ് മേഖലയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ ഉജ്ജ്വലമായ ഈ വിദ്യാലയത്തിൽ ഈ ജന്മദിനത്തിന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ വന്ന് ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ പറയുകയുണ്ടായി, എയ്ഡഡ് അല്ലാത്ത മേഖലയിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ അതികഠിനമായ നിയന്ത്രണങ്ങളും അച്ചടക്ക പരിപാലനവുമെല്ലാമുള്ള സ്കൂളുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ കിട്ടാത്ത ഒരു അനുഭൂതിയാണ് സാധാരണക്കാരായവരുടെ മക്കൾ പഠിക്കുന്ന ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് എന്ന് അന്ന് ഞാനിവിടെ വിവരിക്കുകയുണ്ടായി. അതേ സ്കൂളിൽ വീണ്ടും വരാനും കുറേ സമയത്തേക്ക് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, പഠിക്കുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും ലക്ഷ്യവും മാർഗവും എന്താണെന്ന് നമ്മൾ അറിയാനൊരാഗ്രഹം, അത് നിങ്ങളത് പൂർണ്ണമായിട്ടും ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അയവിറക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ പരസ്പരം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ വിവരിക്കുന്ന ഈ വിഷയത്തിൽ ഒരു 20 പോയിന്റോ 25 പോയിന്റോ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത് എഴുതി ഇവിടുത്തെ പ്രിൻസിപ്പാളിനെ ഏൽപ്പിച്ച് അവർ തിരുവനന്തപുരത്തേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലേക്ക് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പായിട്ട് വരുന്ന 75 കുട്ടികൾക്ക് ഈ പ്ലാറ്റിനം ജൂബിലി 75ാം വർഷം ആഘോഷിക്കുന്ന ഈ സ്കൂളിലെ 75 വിദ്യാർത്ഥികൾക്ക് അവനവൻ്റെ താല്പര്യത്തിലുള്ള പുസ്തകങ്ങൾ പ്രിൻസിപ്പാളുടെ പേരിൽ അയച്ചു തരുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്പറിട്ട് എഴുതണം. പോയിന്റുകൾ അതെഴുതി പ്രിൻസിപ്പാളിലേക്ക് കൊടുത്താൽ പ്രിൻസിപ്പാൾ എനിക്ക് അയച്ചു തന്നോളും. ഒരാഴ്ചക്കകം അത് വാല്യൂ ചെയ്ത് ആ ആൻസർ പേപ്പറിൻ്റെ ചുവട്ടിൽ എഴുതണം ഏത് വിഷയമാണ് താല്പര്യമുള്ളത് എന്ന്. ചില കുട്ടികൾക്ക് കെമിസ്ട്രി ആയിരിക്കും, ചിലർക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കും, ചിലർക്ക് ഫിസിക്സ് ആയിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ പൈതൃകത്തിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഒരാഴ്ചക്കകം നിങ്ങൾക്ക് ലഭിക്കാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാണ്. എൻ്റെ മുമ്പിലുള്ള അനുജന്മാരോടും അനുജത്തിമാരോടും അധ്യാപികമാരോടും എല്ലാവരോടും എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു ചെറിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ആരും ഈ ഭൂമിയിൽ ശാശ്വതരല്ല. നമ്മളാരും ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല. നിങ്ങളെല്ലാവരും ഏതാണ്ട് ഒരു 10, 16, 17, 18 വർഷങ്ങൾക്ക് മുമ്പ്
ഈ ഭൂമിയിൽ വന്നു. ഇനി ഏതാണ്ട് ഒരു 60 വർഷം ഇവിടെ നിലനിന്നതിന് ശേഷം നിങ്ങളെല്ലാവരും തിരിച്ചു പോകേണ്ടവരാണ്. നിങ്ങളിൽ എത്ര പ്രഗത്ഭരായ വ്യക്തികളുണ്ടെങ്കിലും, എത്ര ഉയർന്ന കഴിവുള്ളവരും വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവരും ഭാവിയിലുണ്ടായാലും ശരി, ഈ ലോകത്തില് വി ആർ നോട്ട് പെർമനന്റ് ഹിയർ ഓൺ ദി ഗ്ലോബ് എർത്ത്. വൺ ഡേ വി വിൽ ഹാവ് ടു ഗോ ബാക്ക്. ഒരു ദിവസം നമ്മൾ തിരിച്ചു പോയേ മതിയാവും. എങ്ങനെയാണോ ചില ബസ്സില് യാത്രക്കാര് കയറുന്നത്, അവര് ബസ്സിൽ കയറി അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ ബസ്സിന് ഈ വ്യക്തി സ്ഥിരമല്ല, ഈ വ്യക്തിക്ക് ആ ബസ്സും സ്ഥിരമല്ല. അതിൽ കയറിയ സമയം, അതിൽ ചെലവഴിച്ച സമയം, അത് കഴിഞ്ഞ് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നത് പോലെ എനിക്കും നിങ്ങൾക്കുമെല്ലാം ഈ ഭൂമിയിലേക്ക് വരാൻ ജഗദീശ്വരൻ അവസരം തന്നു. ഈ ഭൂമിയിൽ കുറേ കാലം നിലനിൽക്കാൻ അവസരം തന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ആരും ഈ ഭൂമിയിൽ പെർമനന്റ് ആണ് എന്നല്ല. ഒരു ദിവസം നമ്മൾ തിരിച്ചു പോയേ മതിയാവൂ. തിരിച്ചു പോകുന്നതിന് മുൻപ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത് ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിച്ചു? ഹൗ യു ആർ ലിവിങ് ആൻഡ് ഹൗ ലോങ് യു ആർ ലിവിങ്. എത്ര കാലം ജീവിച്ചു, ഹൗ ലോങ് യു ആർ ലിവിങ്. എങ്ങനെ ജീവിച്ചു, ഹൗ യു ആർ ലിവിങ്. ഞാൻ പുറമേ നിന്ന് വന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ സ്കൂളിലെ അധ്യാപകർക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം 2.5 മണിക്കൂർ സമയം എനിക്കുള്ളത് കൊണ്ട് ഈ ക്ലാസ് എടുക്കുന്ന വേളയിൽ ആരെങ്കിലും സംസാരിച്ചാൽ തീരുന്നത് വരെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അത് നിങ്ങൾ അകത്തെ വിദ്യാർത്ഥികളും ഞാൻ പുറത്തുനിന്ന് വന്ന അധ്യാപകനും എന്ന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം, ആദ്യത്തെ ചോദ്യത്തിന് എത്ര കാലം ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഏതാണ്ട് 70, 75, 80, 85 വയസ്സ് വരെ. എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ രാഷ്ട്രത്തിനും, മൈൻഡ്, ബോഡി, ഫാമിലി, സൊസൈറ്റി ആൻഡ് നേഷൻ, 5 പോയിന്റ്. മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഇവയ്ക്ക് ശാശ്വതമായ നന്മ വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അപ്പൊ എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? മൈൻഡ്, മനസ്സിന് നന്മ വരുത്തുന്ന, ശരീരത്തിന് ആരോഗ്യം തരുന്ന, കുടുംബ ബന്ധത്തെ ദൃഢമാക്കുന്ന, സാമൂഹിക ബന്ധങ്ങളെ ചൈതന്യവത്താക്കുന്ന, രാഷ്ട്രത്തെ ഉദ്ഗ്രഥനത്തിന് വിധേയമാക്കുന്ന എല്ലാ നന്മകളും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുത്തരം പറയാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് എൻ്റെ മനസ്സിന് സന്തോഷം തോന്നുന്ന വിധത്തിൽ ഞാൻ ജീവിക്കുന്നു, എൻ്റെ ശരീരത്തിന് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാകുന്ന വിധത്തിൽ ഞാൻ ജീവിക്കുന്നു, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരി സഹോദരന്മാര്, ഭാവിയിൽ വിവാഹം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ബന്ധങ്ങള്,
ഇവയ്ക്കെല്ലാം ശാശ്വതമായ നന്മ വരുത്തുന്ന രീതിയിലുള്ള ഒരു കുടുംബ ബന്ധം ഞാൻ നയിക്കുന്നു. എൻ്റെ കൂട്ടത്തില് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഒരു മതത്തിലും പെടാത്തവരുണ്ട്, ഈശ്വര വിശ്വാസികൾ ഉണ്ടാവാം, നിരീശ്വരവാദികൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന എല്ലാവരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കിക്കൊണ്ട് ഞാൻ നന്മ പകർന്നുകൊണ്ട് ജീവിക്കുന്നു. സാമൂഹിക ബന്ധം ദൃഢമാക്കുന്ന വിധത്തിൽ ജീവിക്കുന്നു. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഈ ഭാരതം. ആ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തുക. 10,000 വർഷം എന്ന് ഞാൻ പറഞ്ഞത് കാഷ്വലി പറഞ്ഞതല്ല. BC 8275 മുതൽക്കാണ് ഭാരതത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. BC 8275. അതിനുശേഷം AD 2012 വരെ ഇത് ചേർത്താൽ ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിന്റെ ഉടമയായി ഈ പരമപവിത്രമായ ഭാരതത്തില് ജനിച്ച് വളരാൻ ഭാഗ്യം കിട്ടിയ എനിക്ക് ഈ രാഷ്ട്രത്തിന്റെ ശാശ്വതമായ നന്മയ്ക്ക് എത്രത്തോളം സംഭാവന നൽകാൻ സാധിക്കുമോ അത്രയും സംഭാവന നൽകിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നത്. അപ്പൊ 2 ചോദ്യം നമ്മുടെ മുമ്പിലുള്ളത്: ഹൗ യു ആർ ലിവിങ്, ഹൗ ലോങ് യു ആർ ലിവിങ്. ഹൗ ലോങ് യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 65, 70, 75, 80 വർഷം ജീവിക്കുന്നു. ഹൗ യു ആർ ലിവിങ്, എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ രാഷ്ട്രത്തിനും ശാശ്വതമായ നന്മ വരുത്തുന്ന വിധത്തിൽ ഞാൻ ജീവിക്കുന്നു. ഇങ്ങനെ ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് 2 തരത്തിലുള്ള അറിവുകൾ ഉണ്ടാവണം. ഒരു അറിവ് മാത്രം പോരാ, 2 തരത്തിലുള്ള അറിവ് ഉണ്ടാവണം. ഈ അറ്റത്തിരിക്കുന്ന 3 പേര് എഴുന്നേറ്റ് നിൽക്കാം. ആ 3 പേര്. എനിക്ക് 2 തരത്തിലുള്ള അറിവുകൾ ഉണ്ടാവണം. അതിൽ ഒന്നാമത്തെ അറിവ് മോഡേൺ നോളജ്. അതായത് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് പഠിച്ച് ഉയരാൻ ആവശ്യമായ നോളജിന് മോഡേൺ നോളജ് എന്ന് പറയും. ഇരിക്കാം, മോഡേൺ നോളജ് എന്ന് പറയും. അത് കെമിസ്ട്രിയിലാവാം, ഫിസിക്സിലാവാം, കമ്പ്യൂട്ടർ സയൻസിലാവാം, മാത്തമാറ്റിക്സിലാവാം. ഇതെല്ലാം മോഡേൺ നോളജ് എന്ന വാക്കിലാണ് ഇടുന്നത്. ആ മോഡേൺ നോളജ് അക്വയർ ചെയ്യുക, നേടുക. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഗ്രേറ്റായി മാറണം. ഡോക്ടർ CV രാമൻ ഗ്രേറ്റ് ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഗ്രേറ്റ് ആണ്. സാറ്റലൈറ്റ് ഉണ്ടാക്കുന്നതിൽ, മിസൈൽ ഉണ്ടാക്കുന്നതിൽ, റോക്കറ്റ് ഉണ്ടാക്കുന്നതിൽ ലോകത്തിന് മുഴുവനും മാതൃകയായിക്കൊണ്ട് അറിവിൻ്റെ മൂർത്തിമത്ഭാവമായിട്ട് 13 കുട്ടികളുള്ള ഒരു മുക്കുവ കുടിലിൽ ജനിച്ച അബ്ദുൽ കലാം ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ലെവലിലേക്ക് ഉയർന്നു. 13 കുട്ടികളുള്ള വീട്ടിലാണ് അബ്ദുൽ കലാം രാമേശ്വരത്ത് ജനിച്ചത്. അതും ഒരു ഓലക്കുടിലാണ് ജനിച്ചത്. മാത്രമല്ല, ഒരു മുക്കുവന്റെ കുടിലാണ് ജനിച്ചത്. ഈ 13 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇല്ലാതെ വരുമ്പോൾ രാമേശ്വരം ക്ഷേത്രത്തിലെ ചോറ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിച്ച ആ അബ്ദുൽ കലാം പിന്നീട് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായി മാറി ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറി. അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ പോയ സമയത്ത്
ആ രാജ്യത്തിൻ്റെ നാഷണൽ സയൻസ് ഡേ ഡിക്ലെയർ ചെയ്തത് എല്ലാ വർഷവും സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യം നാഷണൽ സയൻസ് ഡേ ആഘോഷിക്കുന്നത് APJ അബ്ദുൽ കലാം അവിടെ വന്ന് ഇറങ്ങിയ ദിവസം മുതൽക്കാണ്. സ്വിറ്റ്സർലൻഡിൽ നാഷണൽ സയൻസ് ഡേ ഉണ്ടായിരുന്നില്ല. അബ്ദുൽ കലാം വന്ന് ഇറങ്ങിയ ദിവസം എല്ലാ വർഷവും നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അബ്ദുൽ കലാം ഗ്രീക്കിൽ ചെന്നപ്പോൾ ഗ്രീക്കിലെ പ്രധാനമന്ത്രി ഡോക്ടർ അബ്ദുൽ കലാമിനെ സ്വീകരിച്ചത് സംസ്കൃതത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. അത്ഭുതകരമായ വസ്തുത, അബ്ദുൽ കലാം തിരിച്ച് മറുപടി കൊടുത്തതും സംസ്കൃതത്തിലാണ്. ഗ്രീക്കില് സ്വാഗത പ്രസംഗം സംസ്കൃതത്തിലാണ് അവർ ചെയ്തത്, മറുപടി പ്രസംഗം ഡോക്ടർ അബ്ദുൽ കലാം ചെയ്തതും സംസ്കൃതത്തിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് കിങ് ജോർജ് 7ാമന്റെ പേരിലുള്ള സ്വർണ്ണ മെഡല് 2 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. എല്ലാ വർഷവും ഈ സ്വർണ്ണ മെഡല് എലിസബത്ത് രാജ്ഞി കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും കൊടുക്കാൻ ആൾക്കാരെ കിട്ടിയിട്ടില്ല. 12 വർഷമായിട്ട് ഒരെണ്ണം കൊടുത്തത് ജപ്പാനിലെ ചക്രവർത്തിക്ക്, ഹിരോഹിതോ ചക്രവർത്തിക്ക്. അത് 2000-ലാണ് കൊടുത്തത്. പിന്നെ 2001, 2002, 2003, 4, 5, 6 കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല മേടിക്കാൻ. പിന്നെ യോഗ്യതയുള്ള ഒരാൾ 2007-ലോ 2008-ലോ മേടിച്ചത് ഡോക്ടർ അബ്ദുൽ കലാമാണ്. അതായത് സാധാരണ മുക്കുവ കുടുംബത്തില് ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയില് ജനിച്ചു വളർന്ന ആ ഡോക്ടർ അബ്ദുൽ കലാം തൻ്റെ വിഷയത്തില് ലോകത്തിന് മുഴുവനും മാതൃകയായിക്കൊണ്ട് ഗ്രേറ്റായി മാറുന്നത് പോലെ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലോകത്തിൻ്റെ വാതിൽ തുറന്നു വച്ചിരിക്കുക. ആധുനികമായിട്ടുള്ളത് എന്തും നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ട്. ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട് TV-യിൽ, നിങ്ങൾ പണക്കാരനായി ജനിച്ചില്ല എന്നുള്ളത് നിങ്ങളുടെ കുഴപ്പമല്ല, പക്ഷെ പണക്കാരനായി തീർന്നില്ല എന്നുള്ളത് നിങ്ങളുടെ കുഴപ്പമാണ്. അപ്പൊ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചില്ല എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങളുടെ കുഴപ്പമല്ലായിരിക്കാം. പക്ഷേ നല്ല രീതിയിൽ ഗ്രേറ്റ് ആവാൻ അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം കാലം അവസാനത്തെ ശ്വാസം വരെ പഠിക്കണം. അത് പഠിക്കുക. ജോലി കിട്ടിയാലും പഠിക്കണം, ഏത് രീതിയിലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാ ഗ്രേറ്റ് ആവുക. അത് മോഡേൺ നോളജ് പഠിക്കുമ്പോൾ. ഇനി വേറൊരു നോളജ് ഉണ്ട്, വാല്യൂ ബേസ്ഡ് നോളജ്. അതുകൂടി ഉണ്ടാവണം. നമ്മുടെ ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും കൂടി ചേർന്നാലേ ആധുനികമായ അറിവിന് മഹത്വം ഏറുകയുള്ളൂ. എത്രയോ ശാസ്ത്രജ്ഞന്മാർ ഭാരതത്തിലുണ്ട്. ഡോക്ടർ അബ്ദുൽ കലാമിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് മോഡേൺ നോളജും വാല്യൂ ബേസ്ഡ് നോളജും രണ്ടും ഉണ്ടായിരുന്നു. അദ്ദേഹം മനുഷ്യന്റെ മനസ്സില് നന്മകൾ വളർത്താൻ സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, ദയ, ഇങ്ങനെയുള്ള വികാരങ്ങള്, സ്നേഹം, ബഹുമാനം, കരുണ, കടപ്പാട്, ദയ, ഇങ്ങനെയുള്ള വികാരങ്ങള് നട്ടുവളർത്താൻ വേണ്ടിയിട്ടുള്ള ജീവിതം നയിച്ചതുകൊണ്ടാണ് ഡോക്ടർ CV രാമനേക്കാളും ഭാരതം എന്നും ഓർമ്മിക്കുന്നത് അബ്ദുൽ കലാമിനെ ആയിരിക്കും. ഡോക്ടർ CV രാമന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നോബൽ സമ്മാനം കിട്ടിയ വ്യക്തി ശാസ്ത്രത്തിൽ ഗ്രേറ്റ് ആയിരുന്നു.
അദ്ദേഹം ശാസ്ത്രത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. പക്ഷെ ഡോക്ടർ അബ്ദുൽ കലാം ശാസ്ത്രത്തിന് വേണ്ടിയും ജീവിച്ചു, മൂല്യാധിഷ്ഠിതമായ ജീവിതം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും ജീവിച്ചു. അപ്പൊ മൂല്യാധിഷ്ഠിതമായ നോളജ് നേടുന്നത് കൊണ്ട് നമ്മൾ എന്തായിത്തീരും? നമ്മൾ ഗുഡ് ആയിത്തീരും. ഗുഡ് ആവണമെങ്കിൽ വാല്യൂ ബേസ്ഡ് നോളജ്, ഗ്രേറ്റ് ആവണമെങ്കിൽ മോഡേൺ നോളജ്. അതുകൊണ്ട് എൻ്റെ അനുജന്മാരും അനുജത്തിമാരും രണ്ട് വാക്കുകൾ എന്നും മനസ്സിൽ വെക്കണം: ഗ്രേറ്റ് ആൻഡ് ഗുഡ്. ഗുഡ് ആവണമെങ്കിൽ വാല്യൂ ബേസ്ഡ് നോളജ്, ഗ്രേറ്റ് ആവണമെങ്കിൽ മോഡേൺ നോളജ്. ഇത് രണ്ടും ചേർന്നാലേ ജീവിതത്തെ ധന്യമാക്കാൻ പറ്റുള്ളൂ. എത്ര വലിയ വ്യക്തിയാണെങ്കിലും അയാളിൽ നന്മകളില്ലെങ്കിൽ ആരും അയാളെ ബഹുമാനിക്കില്ല. അതേസമയത്ത് നന്മയുള്ള കർഷകനായിരിക്കും, തീരെ വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ അപ്പോഴും അത്രയധികം ജനങ്ങൾ അയാളെ അറിയില്ല. ഇപ്പൊ രണ്ടും ചേരണം, നിങ്ങളിലും രണ്ടും ചേരണം. ഇപ്പൊ രണ്ടും ചേർക്കാനുള്ള ഏറ്റവും പറ്റിയ കാലഘട്ടമാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങളിൽ ചിലര് കേട്ട് കാണും, ഡെൽ കമ്പ്യൂട്ടർ കേട്ടിട്ടുണ്ടോ? ഡെൽ കമ്പ്യൂട്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? മൈക്കേൽ ഡെൽ എന്ന് പറയുന്ന വ്യക്തി +2 പഠിക്കുമ്പോ ഈ ന്യൂസ് പേപ്പർ വീടുകളിൽ എത്തിച്ചു കിട്ടിയ $1800 കൊണ്ട് കമ്പ്യൂട്ടർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ച് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളോട് പറഞ്ഞു, ഇത് ചേർത്ത് വെച്ച് കമ്പ്യൂട്ടർ ഉണ്ടാക്കി തരണമെന്ന്. മൈക്കേൽ ഡെൽ 1982 ഉണ്ടാക്കിയ ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ വില $2000. $2000 ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ വില. ഇന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും $300 കമ്പ്യൂട്ടർ വേണമെങ്കിൽ. 300 ഇല്ല, $250 കമ്പ്യൂട്ടർ ഉണ്ട്. ആ $2000 കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ വ്യക്തി കോളേജിൽ പഠിച്ചിട്ടില്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു.